ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് സങ്കീർത്തനങ്ങൾ 120 വാക്യമാണ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു. ആ നിലവിളിച്ച സമയത്ത് യഹോവ കേട്ടിട്ട് എനിക്ക് ഉത്തരം അരുളി. സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ ഈ 120 സങ്കീർത്തനം തുടങ്ങി 134 സങ്കീർത്തനം വരെയുള്ള ആ സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവയിൽ പലതും ദാവീദ് എഴുതിയതാണ്. പക്ഷേ പല സങ്കീർത്തനങ്ങളുടെയും തലക്കെട്ടുകൾ ആരെഴുതി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. നമ്മുടെ കഷ്ടതയിൽ തകർക്കപ്പെട്ടവരായിട്ട്, നിന്ദ അനുഭവിക്കുന്നവരായിട്ട്, ഭീതി അനുഭവിക്കുന്നവരായിട്ട് നാം കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നമ്മുടെ ഹൃദയമൊന്ന് തകർക്കപ്പെട്ടിട്ട്, നമ്മുടെ ഹൃദയമൊന്ന് വേദനിച്ച് നാം കർത്താവിനോട് നിലവിളിക്കുമ്പോൾ, ആ നിലവിളി കേട്ടിട്ട് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കേണ്ടതിനു വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, എൻ്റെ നിലവിളി അവൻ കേട്ടു, എൻ്റെ നിലവിളിക്ക് അവൻ ചെവി ചായിച്ചു. നാം സങ്കീർത്തനങ്ങൾ 18 കടന്നു വരുമ്പോൾ ദാവീദ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദിനെ ദൈവം സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, തന്നെ ഉപദ്രവിച്ച ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചപ്പോൾ ദൈവത്തിന് പാടിയ സങ്കീർത്തനമാണ് 18 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ 6 വാക്യത്തിൽ പറയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തിരുമുൻപിൽ നാം കഴിക്കുന്ന പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിട്ട് നമ്മുടെ മുഴങ്കാലുകളെ മടക്കി യഹോവയിങ്കലേക്ക് നോക്കിയിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ, നമ്മുടെ നിന്ദയുടെ നാളുകളിൽ, നമ്മുടെ പ്രതികൂലത്തിൻ്റെ നാളുകളിൽ നാം നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവൻ നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അത് അനുഭവിച്ച സങ്കീർത്തനക്കാരനാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, അവൻ എൻ്റെ അപേക്ഷ കേട്ടു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടിട്ട് തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി, അവൻ എനിക്ക് ഉത്തരമരുളി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഞാനും നീയും കടന്നു പോകുന്ന കഷ്ടതകളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആരും നമ്മെ സഹായിക്കാനില്ലല്ലോ എന്ന് നാം ചിന്തിച്ചുകൊണ്ട് നാം നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. യോനായുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കിക്കേ. യോന കടന്നുപോയ കഷ്ടതയുടെ നടുവിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ സഹായിപ്പാനോ, തന്നെ വിടുവിക്കുവാനോ, തനിക്ക് തൻ്റെ ആ കഷ്ടതയൊന്ന് പറയുവാനോ, തൻ്റെ സങ്കടമൊന്ന് ഷെയർ ചെയ്യുവാനോ ഒരു വ്യക്തികൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ ആ ഭക്തൻ്റെ നിലവിളി ദൈവം കേട്ടു. നാം യോനായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 2 പറയാണ്, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു, നീ എന്നെ ആമേൻ വിടുവിച്ചു. ഹാലലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ഏത് കഷ്ടതയുടെ നടുവിലൂടെ നാം കടന്നുപോയാലും, ഏത് നിന്ദകളുടെ നടുവിലൂടെ നാം കടന്നുപോയാലും, ദൈവമുഖത്തേക്ക് നോക്കിയ കഷ്ടതയുടെ നടുവിൽ നിലവിളിക്കുവാൻ തയ്യാറായി തീർന്നാൽ ദൈവം നമ്മെ വിടുവിക്കും, ദൈവം നമ്മെ സഹായിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം കരുണ തോന്നുന്ന ദൈവമാണ്, ദൈവം മനസ്സലിവുള്ള പിതാവാണ്. ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുമ്പോൾ, നമ്മുടെ ഹൃദയം ഒന്ന് താഴ്ത്തുമ്പോൾ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുവാനിടയായി തീരും.
നമ്മുടെ യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു വരികയാണെങ്കിൽ, ആ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, നമ്മിൽ ഒരുവനെ പോലെ ജീവിച്ചപ്പോൾ, ആ കർത്താവ് കടന്നുപോയ കഷ്ടത വലിയ കഷ്ടതയായിരുന്നു. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ദൈവസന്നിധിയിൽ ഭയത്തോടെ വിറയലോടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നാം അർപ്പിക്കുമ്പോൾ, നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കണ്ട് നമ്മുടെ സങ്കടം കേട്ട് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. തൻ്റെ പുത്രന് വേണ്ടി ദൈവം ഹല്ലേലൂയ ഇറങ്ങി വന്നെങ്കിൽ, ആ ഗെത്സമനയുടെ തോട്ടത്തിൽ താൻ കരഞ്ഞപ്പോൾ, നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്നു. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ആ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായിരുന്നു. നാം കടന്നു പോകുന്നത് പോലെ തന്നെ സകല വേദനയും അനുഭവിച്ച് കർത്താവ് ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ ആ ഗെത്സമനിയുടെ തോട്ടത്തിൽ താൻ പ്രാർത്ഥിക്കുന്നതാണ് നാം വായിക്കുവാൻ ഇടയായി തീർന്നത്. പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവിന് അങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രാർത്ഥിക്കണം. നാം ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പറയണം. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ നാം ഏൽപ്പിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ആ കർത്താവ് നിലവിളിച്ചപ്പോൾ കർത്താവിന് വേണ്ടി ദൂതനെ അയച്ച് കർത്താവ് ഹല്ലേലൂയ ദൂതനെ അയച്ച് കർത്താവിനെ ധൈര്യപ്പെടുത്തിയതുപോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കണമെങ്കിൽ ഉത്തരം അരുളിയത് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം നമ്മെ നിത്യതയിലേക്ക് നടത്തുന്ന വചനമാണ്. ഈ വചനത്തിൽ ആരാശ്രയിക്കുന്നുവോ, ഈ വചനത്തെ ആര് മുറുകെ പിടിക്കുന്നുവോ, അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിച്ച് അവരെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നീയും സേവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായി തീർന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. 107-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയാണ്. ആ 107-ാം സങ്കീർത്തനത്തിൽ അനവധി പ്രാവശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നിലവിളിക്കുന്ന തൻ്റെ മക്കളെ 13-ാം വാക്യത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അവർ അനേക പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവർ ദൈവത്തോട് നിലവിളിച്ച അനവധി അവസരങ്ങളുണ്ട്. വെള്ളമില്ലാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, അവർക്ക് ആഹാരമില്ലാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഏതു ഭക്തനും നിലവിളിക്കുമ്പോൾ ദൈവം സൃഷ്ടികർത്താവായ ദൈവമാണ്. ആ ദൈവം കേൾക്കുവാനിടയായി തീരും. ഇവിടെ പറയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ സങ്കീർത്തനം മുഴുവൻ നാം വായിക്കുമ്പോൾ പീഡതയും
കഷ്ടതയും പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ അനവധി പ്രാവശ്യം ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ മരുഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഒരു ഭക്തന് തൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അനേക ഹാലലുയ ആമേൻ ശത്രുക്കൾ അവർക്കെതിരായിട്ട് വരും. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ദാവീദിനെ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ 50-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് നിലവിളിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവസന്നിധിയിൽ നാം നിലവിളിക്കുമ്പോൾ, ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ, ആ ദൈവത്തെ നാം ഉയർത്തുവാൻ, അനേകരോട് അത് സാക്ഷ്യമായി പറയുവാൻ ഇടയായി തീരുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ നാം ഉയർത്തുകയാണ്, ദൈവത്തിൻ്റെ നാമത്തിന് നാം മഹത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കഷ്ടത വരത്തില്ലെന്നല്ല, കഷ്ടത വരും, കഷ്ടതയുണ്ട്. ദൈവ പൈതലിന് ഈ ലോകത്തിൽ നീതിയോടെ ജീവിപ്പാൻ നാം തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കഷ്ടതകളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെ നാം ഒന്ന് നോക്കിക്കേ. അനവധി കഷ്ടതകളിലൂടെ താൻ കടന്നുപോയി, അനവധി നിന്ദകളിലൂടെ താൻ കടന്നുപോയി, പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലൂടെ താൻ കടന്നുപോയി. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത് ആമേൻ ഇങ്ങനെയാണ്: ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരു നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ ഈ കഷ്ടതയുടെ നടുവിൽ നാം തകർന്നു പോകാതെ, ഈ കഷ്ടതയുടെ നടുവിൽ നാം നിന്നപ്പെട്ട് കാലിലോ താണു കിടക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി തീരണം. ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കഷ്ടത വരും. അത് മനുഷ്യ ജീവിതത്തിലുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നാം എങ്ങനെ നിൽക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നാം താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മുടെ സങ്കടം പറയുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനായി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ കർത്താവയുടെ കഷ്ടതയിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.